ഇടനേരങ്ങളിൽ ഒരു വിശപ്പ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ആവുമ്പോൾ പറയേം വേണ്ട. എങ്കിലോ ആ സമയത്ത് നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാനും തോന്നില്ല, എന്നാൽ എന്തെങ്കിലും കഴിക്കുകയും വേണം. അതിനുള്ള ഒരു കിടു റെസിപ്പി നമ്മൾ കാണിച്ചു തന്നാലോ? വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇത് സ്പ്രൗട്ടഡ് റാഗി പൗഡർ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്മൂത്തി ഉണ്ടാക്കുന്നത്. റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് കാൽഷ്യം റിച്ച് ആണ്, പിന്നെ അയേൺ, ഫൈബേഴ്സ്, വൈറ്റമിൻസ്, അങ്ങനെ അങ്ങനെ കുറെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ കുറച്ചാണ് എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. കാരണം ഇത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് അത് വല്ലാണ്ട് പെരുക്കി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചാണ് ആവശ്യമുള്ളൂ. ആദ്യം നമ്മൾ ഈ പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് പിന്നെ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വരും. അപ്പോൾ അത് ഏത് പാകത്തിൽ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് കുറച്ചും കൂടെ ലൂസായിട്ട് വേണോ അതോ കട്ടിയായിട്ട് വേണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിത് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനത് ഒരുപാട് കട്ടിയാക്കിയിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് തണുക്കാൻ വെക്കാം. ആ സമയത്ത് തന്നെ നമുക്കിതെന്ന് ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പഴമാണെന്ന് വെച്ചാൽ നമ്മുടെ ഏതാണോ അവൈലബിലിറ്റി അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതേ ചെറുപഴമാണ് കയ്യിലുണ്ടായിരുന്നത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ്സും അതിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അതുപോലെ തന്നെ ആപ്പിളോ പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് എന്താണോ അപ്പോൾ കയ്യിലുള്ളത് അതൊക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽ കൂടെ നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് അത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. പ്രത്യേകം ഒരു കാര്യം പറയട്ടെ, റാഗി നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ. ഒരനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അങ്ങനെ ഒരു അബദ്ധം ഇനി ആരും ചെയ്യരുത്. ഇതാ എല്ലാം അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, അത് വെറുതെ അത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. കാരണം പഴത്തിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെയും ഒക്കെ മധുരം അതിലുണ്ടായിരിക്കും. അങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മളുടെ വെരി വെരി ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ലിൽ ഫീഡ്സ് എന്ന പേരുള്ള ഒരു ഹോം മെയ്ഡ് ബേബി ഫുഡ്സിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്പ്രൗട്ട് ഔട്ട് റാഗി പൗഡർ കിട്ടിയിട്ടുള്ളത്. ബേബി ഫുഡ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് അവരുടെ ഈ ഒരു പേജിലുണ്ട് കേട്ടോ. അതൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ റാഗിയെ പറ്റി പറയുകയാണെന്ന് നമ്മളത് ഏറ്റവും കുഞ്ഞു വാവകൾക്ക് തൊട്ട് അമ്മമാർക്ക്, പ്രായമായവർക്ക്, അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ധാന്യമാണ്. പിന്നെ അത് മുളപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഇരട്ടി ബലം കൂടിയാണല്ലോ. പിന്നെ ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ, നമ്മളുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ചുളിവുകളില്ലേ, ആ ചുളിവുകളൊക്കെ മാറ്റി നമ്മളുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനുള്ളൊരു കഴിവ് കൂടി റാഗിക്കുണ്ട് അത്രേ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഹെൽത്തി സ്മൂത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.